ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വാവച്ചിയുടെ കരിയിടിയിലായിരുന്നു. അപ്പോൾ അപ്പച്ചിമാരാണല്ലോ സാധാരണ കരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കരിയും ഇന്ന് കരിവളയൊക്കെ ഇടുന്ന ദിവസമാണ്. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണ് ഇങ്ങനെ കരിയിടുന്ന പരിപാടിയൊക്കെ ഉണ്ടോ, അതോ 28 ഇടുന്നത്? നമ്മുടെ ഇവിടെ കരിയിടുന്ന അതുകൊണ്ട് കരിയിടും. അപ്പച്ചിമാരും അമ്മമാരും ഒക്കെ ചെന്നിട്ട് കരിയിടും. പിന്നെ അങ്ങനെ കരിയിടുന്ന ഒരു ചടങ്ങുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കരിയിടുന്ന ചടങ്ങുണ്ടോ? അപ്പോൾ അപ്പച്ചിമാരാ ഇട്ട് കൊടുക്കേണ്ട. അതുകൊണ്ട് ഞാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള അപ്പച്ചിമാരെല്ലാം പോയിരിക്കും. ഇപ്പം ആദ്യം കലാവിരുത് നടത്തുന്നത് അച്ചുവാണ്. അച്ചു പേടിച്ചെങ്ങാണ്ടാന്ന് തോന്നിയിരുന്നത്. മത്സരം അത് കഴിഞ്ഞിട്ട് പൂജ കയ്യിലോട്ട് മേടിച്ച് ഇനി പൂജയുടെ കലാവിരുതുകളെ അവനടുത്ത പിരിക എഴുതാൻ പോകുന്നു. എല്ലാവരും മത്സരിച്ചിടുവാന്ന് തോന്നി ഇവനെ കരിയൊക്കെ. ഞാനും നിങ്ങളെപ്പോലെ തന്നെ വീഡിയോയല്ല ഇതെല്ലാം കണ്ടത്. അവനെനിക്കിതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അവൻ എന്തായാലും ഉറങ്ങിയിരിക്കുന്നത് കാര്യമാണ്, അല്ലെങ്കിൽ ഈ അപ്പച്ചിമാരെല്ലാം ഇപ്പോൾ ഓടിച്ചേനെ ഇവിടുന്ന്. ഇവനെപ്പോഴും ഉറക്കക്കാരനെ, ഉറങ്ങിയിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കരിയൊക്കെ സാവകാശം എല്ലാവർക്കും ഇട്ടൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ആദുണ്ട്, താബുണ്ട്. അത് പൂജയുടെ മോളാണ്. അങ്ങനെ കുറേ അപ്പച്ചിമാരും ചേച്ചിമാരും അമ്മമാരും എല്ലാവരും കൂടെ ചെന്ന് നമുക്കിപ്പോൾ എന്ത് കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ടെങ്കിൽ അതല്ലേ നമുക്ക് ഏറ്റവും ഇപ്പം ഞാനില്ലാത്തതുകൊണ്ട് എനിക്ക് അപ്പം തന്നെ വീട്ടിൽ എല്ലാം എല്ലാവരുടെയും ഫോണിൽ നിന്നങ്ങ് ഇട്ട് തന്നു. നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഫാമിലി ഉണ്ടാകുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പം എനിക്ക് എന്തായാലും അതുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കണം. വാച്ചിയുടെ കരിയൊക്കെ ഇട്ട് കൊടുക്കുന്നു. താബോടെ വലിയൊരു ആനപ്പൊട്ടങ്ങൾ ഇട്ട് കൊടുക്കുന്നു. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. കുഞ്ഞിൻ്റെ കാലിൻ്റെ വെള്ളയ്ക്കൊരു കുത്തിടാൻ